പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പുതിയ ബഹുനില മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കുന്ന തത്സമയം സാക്ഷി ടിവിയിൽ നിങ്ങൾക്കേവർക്കും ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഗവൺമെന്റ് UPS ചടയമംഗലം പുതിയ ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായിട്ടുള്ള സ്കൂളിന്റെ യോഗത്തിൽ ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേ എൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേ എൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉന്മയായി നീ അണയൂ. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉന്മയായി നീ അണയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ അണയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ അണയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേ എൻ പ്രണാമം. അനുപമ ജ്യോതിസേ എൻ പ്രണാമം. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായിട്ടുള്ള സ്കൂളിന്റെ HM മനോജ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ആദരണീയ അധ്യക്ഷ ശ്രീമതി മിനി സുനിൽ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ചടയമംഗലത്തിന്റെ ഈ നാടിന്റെ പ്രിയങ്കരിയായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, നമുക്ക് പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സ് അനുവദിച്ച് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ A. രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീജ ഷഫീഖ്, ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, ശ്രീമതി JB ബിന്ദു, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ശ്രീ AR റിയാസ്, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മഞ്ചേഷ്, SMC ചെയർമാൻ ശ്രീ ജാബിർ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ PTA അംഗങ്ങളെ, SMC അംഗങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എന്റെ കുഞ്ഞുമക്കളെ, 119 വയസ്സായ ഈ അക്ഷരമുത്തശ്ശിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ്. നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിലൂടെ
കഴിഞ്ഞ വർഷവും ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഈ മുത്തശ്ശി പള്ളിക്കൂടം ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ചുള്ള കെട്ടിടങ്ങളുടെ അപര്യാപ്തതയിൽ ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുളിർമഴ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയായ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവരുടെ ശ്രമഫലമായി നമുക്ക് 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത്. നമ്മുടെ സ്കൂളിന്റെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട്, ഒരു കയ്യടിയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകാം. എത്രയും പെട്ടെന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ കെട്ടിടം പണി പൂർത്തിയാക്കി നമുക്ക് അടുത്ത വർഷം പുതിയ കെട്ടിടത്തിലേക്ക് മാറണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഈ സ്കൂളിന്റെ ഓഫീസിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന 2 കെട്ടിടങ്ങളും കാലപ്പഴക്കം ചെന്നതാണ്. ഒന്ന് പൊളിക്കാനുള്ള പെർമിഷൻ പഞ്ചായത്ത് നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന് ഈ വർഷം കൂടി മാത്രമേ നമുക്ക് ഫിറ്റ്നസ് ഉള്ളൂ എന്ന വിവരം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിക്കുകയാണ്. അടുത്ത വർഷം ആ 4 മുറി ക്ലാസ് നടത്താൻ അനുവദിക്കില്ല എന്ന് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം കൂടി മാത്രമേ നമുക്ക് ആ കെട്ടിടത്തിന് ക്ലാസ് നടക്കാൻ കഴിയൂ. അതുകൊണ്ട് വളരെ വിനയപുരസരം ഈ സ്കൂളിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. മാർച്ച് 31-ാം തീയതിക്ക് മുൻപ് വാർഷികം നടത്തുമ്പോൾ അതിന്റെ ഉദ്ഘാടനം കൂടി നടത്തുന്നതിന് വേണ്ട ഒരു നടപടി അവിടുന്ന് സ്വീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഈ സ്കൂളിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങളുടെ മക്കളെല്ലാം സ്വപ്നം കാണുന്നത് ആ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കാം എന്നുള്ളതാണ്. ഈ വർഷവും കുട്ടികളുടെ എണ്ണത്തിൽ നമുക്ക് വർധനയുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജില്ലയിലെ ആദ്യത്തെ ഫുട്ബോൾ അക്കാദമിയുള്ള സ്കൂളായി ഈ വർഷം മുതൽ നമ്മുടെ സ്കൂൾ മാറുകയാണ്. അതുപോലെ പൈതൃകത്തിന്റെ തുടർച്ചയായുള്ള മറ്റു പരിപാടികളും നമ്മുടെ സ്കൂളിൽ വരാൻ പോവുകയാണ്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കടം ഏതാണ്ട് 800ഓളം കുട്ടികൾ, ഇതിൽ കുറച്ച് കുട്ടികളെ കൂടെ ഞങ്ങൾക്ക് ഇറക്കാനുണ്ട്, ഇരുത്താൻ ഒന്നിച്ച് ഞങ്ങളുടെ മക്കളെ ഇരുത്തി ഒരു പരിപാടി കാണിക്കാനുള്ള യാതൊരു നിവൃത്തിയും ഇവിടെ ഇല്ല. ഞങ്ങളുടെ വാർഷികം പോലും രാത്രിയിലേ നടത്താൻ പറ്റൂ. കാരണം വെയിൽ താഴുമ്പോൾ മാത്രമേ നമുക്ക് ഈ പരിപാടി എല്ലാ കുട്ടികളുടെ ഇരുത്താനുള്ള ഒരേ ഒരു ഇടം ഇപ്പൊ ഇവിടെയാണ്. ഞാൻ ഈ വേദിയിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഫണ്ട് വരുമ്പോൾ, ഇനി മന്ത്രിയോട് പറയുന്നത് അത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഒരു ബസ് തന്നു കഴിഞ്ഞതേ ഉള്ളൂ, ഒരു കെട്ടിടം കൂടി തന്നു കഴിഞ്ഞു, ഏതെങ്കിലും വകുപ്പിൽ ഞങ്ങൾക്ക് ഒരു ഓഡിറ്റോറിയം കൂടി ഇവിടെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കളെ വെയിൽ കൊള്ളിക്കാതെ നിരന്തരം പരിപാടികൾ നടത്താനുള്ള അവസരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചാണ്. കാരണം കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാഠ്യേതര പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാലയം ഞങ്ങളുടേതാണ്. അതിനു മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഇടമില്ല എന്നുള്ളതാണ്. എല്ലാ കുട്ടികളെയും ഒരുമിച്ചിട്ട് പ്രവേശനോത്സവം പോലും നമുക്കൊരു കൊച്ചു ഹാളിൽ വെച്ച് നടത്തേണ്ട അവസ്ഥയാണുള്ളത്. വരുന്ന രക്ഷിതാക്കളെ ഇരുത്താൻ പോലുമില്ല ഞങ്ങൾക്കിടം. അതുകൊണ്ട് അതുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് തണലായി കൂട്ടായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവരുകളെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഈ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കെട്ടിടം അനുവദിച്ച് അതിന്റെ തറക്കല്ലിടിയിലിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി, ഈ നാടിന്റെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവരുകളെ നിറഞ്ഞ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 800 കുട്ടികൾക്ക് വേണ്ട ടോയ്ലറ്റ് കോംപ്ലക്സ് ഇല്ല എന്ന പരിഭവം ലതിക ചേച്ചിയോടും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹരിയോടും ഒക്കെ, ഹരിവി നായരോടും ഒക്കെ പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ആ നിവേദനം, അഭ്യർത്ഥന ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് എന്റെ പെൺമക്കൾക്കായി പ്രത്യേക തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചു തരാം, അതിനുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ പണിയും എത്രയും പെട്ടെന്ന് നടത്തും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ ആ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം, ആ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന് പ്രിയപ്പെട്ട ലതിക ചേച്ചിയെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ മെമ്പർ പ്രിയപ്പെട്ട സാംഗേഡാനിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വരും എന്ന പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയ സ്നേഹിതൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, എല്ലാറ്റിനും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ശ്രീ ഹരിവി നായരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് മെമ്പർ എത്തിച്ചേർന്നിട്ടുള്ള എൻ എസ് സലീന, അവരുടെ അഭാവത്തിൽ അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ്, നമ്മുടെ സഹയാത്രികൻ, നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനുമുള്ള പ്രിയങ്കരനായ ശ്രീ എ രാജു അവരുകളെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
എത്തിയിട്ടില്ല. എങ്കിലും അവരുടെ അഭാവത്തിലും സ്നേഹത്തോടെ ശ്രീമതി ഷംന നിസാമിനെ സ്വാഗതം ചെയ്യുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണുരാജ് എന്റെ വിദ്യാർത്ഥിയാണ്. വിഷ്ണു എത്തിച്ചേർന്നിട്ടില്ല. വിഷ്ണുവിന്റെ അഭാവത്തിലും അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു രക്ഷിതാവ് കൂടിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീജ ഷഫീഖിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വാർഡ് മെമ്പർ നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശ്രീമതി മഞ്ജു മറിയപ്പള്ളി അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെള്ളൂപ്പാറയുടെ പ്രിയപ്പെട്ട മെമ്പർ, നമ്മുടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഒരുപാട് കാലം ഒരു സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച മുൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ എം ബാബുരാജൻ അവരുടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു ചേച്ചി നമ്മുടെ സ്കൂളിന്റെ അയൽവാസിയാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശ്രീമതി ബിന്ദു അവരുടെയും നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മറ്റ് മെമ്പർമാരൊക്കെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്, വരും എന്ന പ്രതീക്ഷയോടെ അവരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ AR റിയാസ് അവരുടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മഞ്ചേഷ് കുമാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SMCയുടെ ചെയർമാൻ ജാബിർ സാറിനെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫുട്ബോൾ അക്കാദമിയുടെ താങ്ങും തണലുമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന SMC അംഗം കൂടിയായ മുൻ കേരള ടീം അംഗം കൂടിയായ ശ്രീ സതീഷിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലുള്ള പ്രമുഖരോടൊപ്പം ഈ സദസ്സിലുള്ള ഓരോ രക്ഷിതാക്കളെയും PTA അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, അതിലെല്ലാം ഉപരി ഒരു പുതിയ കെട്ടിടം സ്വപ്നം കണ്ടിരുന്ന, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷം ഏറെ ആസ്വദിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കൾ, എൻ്റെ മക്കളെ, നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരും. അതൊക്കെ നമ്മൾ കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്കൂളിന്റെ ചിത്രശലഭങ്ങളെ ഈ സ്കൂളിന് വേണ്ടി സ്നേഹത്തോടെ അരിമയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന് സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ HM മനോജ് മംഗലത്ത് സാറ്, യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവർ, ആരാധ്യയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് A രാജു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റീജ ഷഫീഖ്, ഈ വാർഡിന്റെ മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ബിന്ദു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും വെള്ളൂപ്പാറ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള M ബാബുരാജ് അവർ, ബഹുമാന്യനായിട്ടുള്ള സ്കൂളിന്റെ PTA പ്രസിഡന്റ് മഞ്ചേഷ് അവർ, SMC ചെയർമാൻ ജാബിർ അവർ, ബഹുമാന്യരായിട്ടുള്ള വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കൾ, എൻ്റെ ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലെല്ലാം, സർക്കാർ സ്കൂളുകളിലെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ കഴിഞ്ഞ കാലയളവുകളിലെല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച സംവിധാനത്തിൽ പഠിക്കണം, ഏറ്റവും മികച്ച സംവിധാനത്തിൽ
അവരുടെ കലാകായിക പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നത്. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ എടുത്തു കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മേഡേ സ്കൂളിൽ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇവിടെ മനോജ് സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളെ എല്ലാം സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന മനോജ് സാറിന്റെ ഒരു സ്വപ്നമാണ് ഇവിടെ ഒരു നല്ലൊരു സ്കൂൾ കെട്ടിടം ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോഴും നല്ല കെട്ടിടമൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളുടെ അളവ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ബഹുമാനിയായിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ അടുത്ത വർഷം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സൗകര്യപ്രദമായി ഇരിക്കത്തക്ക രീതിയിലുള്ള ബിൽഡിംഗിന്റെ പണി എളുപ്പം തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒപ്പം ഈ വേദിയിൽ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്കൂളാണ്. അപ്പോൾ നമ്മുടെ HM ഇവിടെ സൂചിപ്പിച്ചു, കുട്ടികൾക്ക് വാർഷികമടക്കം നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ കാര്യം. അപ്പൊ അതിൽ മുൻകൈ പ്രവർത്തനം എടുക്കേണ്ടത് പഞ്ചായത്താണ്. പക്ഷേ ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ അവസ്ഥയിൽ നമുക്കത് പറയാനും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ MLAയും ബ്ലോക്ക് പ്രസിഡന്റും അടക്കം ഇരിക്കുന്ന വേദിയിൽ നമ്മളെ പഞ്ചായത്തിനെ സഹായിക്കുന്നതിനും നമ്മളെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനും നമ്മളെ സ്കൂളിനെ സഹായിക്കുന്നതിനും വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് അത്തരത്തിലൊരു പ്രവർത്തനം പഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യം ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റർക്കും അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിരുന്ന ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഇരിക്കുന്ന വേദിയിൽ ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും കടക്കാതെ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവർകളെ നിങ്ങളെ ഏവരുടെയും അനുവാദത്തോടുകൂടി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയങ്കരിയായ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി മിനി സിന്ധിൽ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട HM ശ്രീ മനോജ് മംഗലത്ത്, ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, വിശിഷ്ട സാന്നിധ്യം കൊണ്ടെത്തുമെന്നറിയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംഖി ഡാനിയൽ, പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സിറാവ് ഹരി, ബ്ലോക്ക് മെമ്പർ ശ്രീ സലീന, അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഷ്ണു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി റീജ, പ്രിയപ്പെട്ട മഞ്ജു മറിയപ്പള്ളി വാർഡ് മെമ്പർമാർ, അതോടൊപ്പം തന്നെ ശ്രീ ബാബുരാജൻ മുൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ സഖാവ് ബിന്ദു ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെയുണ്ട്. പ്രിയങ്കരായ പഞ്ചായത്ത് അംഗങ്ങളെ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് ഡി സന്തോഷ്, ശ്രീ ജി അജയൻ, ശ്രീ ആർ റിയാസ്, അതോടൊപ്പം തന്നെ ശ്രീ മഞ്ജേഷ് കുമാർ, ശ്രീ ഇളമാട് ഗോപി, ശ്രീ ശശിധരൻ പിള്ള, ശ്രീ ജ്യോതി TG AEO, പ്രിയപ്പെട്ട VS ബൈസൽ BPC, ശ്രീ മഞ്ജേഷ് PTA പ്രസിഡന്റ്, ശ്രീ ജാബിൻ SMC ചെയർമാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ദിവ്യ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ,
പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെ സന്തോഷപൂർവ്വമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ UPS സ്കൂളിന് പുതിയ ഒരു ബഹുനില മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ LP സ്കൂളും, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള വെളിനെല്ലൂർ അമ്പലംകുന്നിലെ ഒരു LP സ്കൂൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അവിടെ അതിനാവശ്യമുള്ള കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കെട്ടിടം ചെയ്യാൻ പറ്റുന്നില്ല. അവർ കെട്ടിടം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ മിനിമം ആ കുഞ്ഞുങ്ങളെ ഇരുത്തുവാൻ പറ്റാവുന്ന കെട്ടിടം ഇപ്പം അവിടെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ചെയ്യാത്തത്. മറ്റൊന്ന്, ഞങ്ങളുടെ കുമ്പിൾ ഒരു LP സ്കൂൾ കൂടിയുണ്ട്. ആ LP സ്കൂൾ ഇതിനു മുമ്പൊന്നും അപേക്ഷ തരാത്തത് കൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയതാണ്. ആ സ്കൂളിനും ഇപ്പോൾ അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ കൊടുക്കുവാനുള്ള ഏർപ്പാട് MLA ഫണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. 5 കോടി കൊടുത്ത സ്കൂളുണ്ട്, 4 കോടി കൊടുത്ത സ്കൂളുകളുണ്ട്, ഇപ്പം 3 കോടി കൊടുത്ത സ്കൂളുകളുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഈ LP സ്കൂള് UP സ്കൂളിന് 2 കോടി രൂപ ഏറ്റവും അവസാനം കിട്ടിയതാണ്. ഇവിടെ നമ്മളിപ്പോൾ 2 UP സ്കൂള് നമ്മൾ ഈ വരാൻ പോകുന്ന 14-ാം തീയതി പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ 2 സ്കൂളുകൾ കൂടി, ഒന്ന് ഇട്ടിവായിലെയും ഒന്ന് ചിതറയിലെയും സ്കൂളുകൾ കൂടി അന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ സമയബന്ധിതമായി അതൊക്കെ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഈ വർക്കൊക്കെ എടുക്കും, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കും, AS എടുക്കും, TS കിട്ടും. ആ TS പിന്നെ അത് ടെൻഡറിലേക്ക് പോകും. ഈ ടെൻഡർ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പിടിക്കുന്ന ആളെ കൊണ്ട് കൃത്യമായ നിലയ്ക്ക് അത് എഗ്രിമെൻറ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കല്ലിടാൻ പോകുകയാണ്. നാളെ മുതൽ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കോൺട്രാക്ടർമാരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്ത വർക്കുകളുടെയൊക്കെ റിവ്യൂ നോക്കിയപ്പോൾ വലിയ സ്ലോ ചെയ്തിങ്ങനെ പോവുകയാണ്. എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കും, പിന്നെ അത് കൊണ്ടുവരും, പിന്നെ അത് റിവൈസ് ചെയ്യും. ചിലർ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്ര ശതമാനം ഞങ്ങൾ എബോവിലല്ല എടുത്തത്, വളരെ കുറവാണ്, അതുകൊണ്ട് ഒക്കുമെങ്കിൽ അത് കൊണ്ടുവന്ന് കുറച്ച് ചെയ്തിട്ട് അങ്ങ് നിർത്തിവെക്കുന്ന ചില പണികൾ നമ്മുടെ കോൺട്രാക്ടർമാർ ചെയ്യുന്നു. പക്ഷേ സ്കൂൾ വർക്കിനകത്തൊന്നും അതൊന്നും നടക്കത്തില്ല. സ്കൂൾ വർക്ക് സമയബന്ധിതമായി നമ്മൾ ചെയ്യണം. ചിലപ്പോൾ അവർക്ക് 9 മാസമൊക്കെ കൊടുക്കും. പക്ഷെ 4-5 മാസം കൊണ്ട് ഈ 2 കോടിയുടെ പ്രവർത്തനം നടപ്പിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തൊഴിലാളികളെ ആവശ്യത്തിന് നിർത്തി അതിൻ്റെ പണികൾ സമയബന്ധിതമായി നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ സ്കൂൾ കെട്ടിടം നമുക്കറിയാം അത് ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. പലപ്പോഴും അത് പല കോൺട്രാക്ടർമാരും ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കോൺട്രാക്ടർ ആരാണെന്നുള്ളത് നോക്കാം, നേരിട്ട് ഇടപെടാം. നമ്മുടെ പ്രിയപ്പെട്ട നമുക്കറിയാം, ഇതിനെല്ലാം കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ HM നിർബന്ധപൂർവം ആ കോൺട്രാക്ടറോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ കെട്ടിടം പണിയുടെ പുരോഗതി വിലയിരുത്തണം. അവിടെ കുറവ് വന്നാൽ അത് അറിയിക്കേണ്ടുന്നിടത്ത് അറിയിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഞാൻ തന്നെയാണ്. അറിയിച്ചാൽ ഞങ്ങളും പൊതുമരാമത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അത് സ്പീഡപ്പ് ആക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അടുത്ത വർഷത്തെ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണം. ശരിയാണ്, ഞങ്ങളുടെ ആഗ്രഹം അടുത്ത വർഷം വരെ, സ്കൂൾ വർഷം വരെ പോകാതെ തന്നെ അതിനു മുമ്പ് അതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം, വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറക്കെ നിൽക്കും. ഏത് ഉദ്യോഗസ്ഥനെയും, അത് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നൊന്നും നോക്കില്ല, എല്ലാ ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വിളിച്ച് തന്നെയാണ് അതിനകത്ത് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുന്നത്. അത് നമ്മുടെ വെളിനെല്ലൂർ പഞ്ചായത്തിലെ ഒരു കെട്ടിടം. അവിടെ അത് പൊളിച്ചു കൊടുക്കുവാൻ ജില്ലാ പഞ്ചായത്ത് 6-7 മാസം എടുത്തു. ഇതുവരെ അത് പൊളിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ അവിടെ കെട്ടിടം ചെയ്യാൻ പറ്റൂ. ഞങ്ങളുടേതല്ലാത്ത ചില പ്രശ്നത്താൽ അവിടെ മാത്രം കുറച്ച് പെൻഡിങ് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളുടെയൊക്കെ പണി നല്ലതുപോലെ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ പല സ്കൂളിൻ്റെയും ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തേണ്ടുന്ന ആവശ്യകതയിലേക്ക് നാം കടക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഒരു UP സ്കൂളാണെങ്കിലും വളരെ മെച്ചമായ നിലയ്ക്ക് നമ്മുടെ അധ്യാപകർ ഉൾപ്പെടെ നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു സ്കൂള്.
അത് മാത്രമല്ല, ഒരു അച്ചടക്ക ബോധമുള്ള ഒരു നല്ല തലമുറയെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അതിശയിച്ചു പോയി. നമ്മുടെ മുഴുവൻ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ സ്റ്റെപ്പിൽ വന്നിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് എന്താകർഷകമായ നിലയിൽ ആ കുഞ്ഞുങ്ങളെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതൊക്കെ കൺകുളിർക്കുന്ന ഒരു സംഭവമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ സ്കൂളുകളിൽ മാത്രമേ അത്തരത്തിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും പുറത്തിറക്കി ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധ്യമാണ്. ഇതേ സ്കൂള് എനിക്ക് തോന്നുന്നു പുറത്തു വരുമ്പോൾ ചടയമംഗലം UP സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ സ്കൂളാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അവിടെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് നടന്നു വരേണ്ട ആവശ്യകതയൊന്നുമില്ല. കുറച്ചൊക്കെ ദൂരെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഈ വാഹനത്തിൽ തന്നെ സ്കൂളിൽ എത്തിക്കുവാനുള്ള നടപടികളൊക്കെ എടുക്കുവാൻ പറ്റാവുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ ഈ സ്കൂൾ മാറി. നിങ്ങളുടെ മുമ്പിൽ തന്നെ വാഹനങ്ങളെല്ലാം കിടപ്പുണ്ട്. എന്നോടൊരു ചെറിയ വാഹനമാണ് ആവശ്യപ്പെട്ടത്. ആ വാഹനം ഞാനും കൊടുത്തു. അപ്പൊ ഈ ഊട് വഴിയിലൂടെ പോകണമെങ്കിൽ ചെറിയ വാഹനമേ പറ്റൂ. വലിയ വഴികളിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വലിയ വണ്ടി. അപ്പൊ ചെറിയ വഴികളിലൂടെയുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സ്കൂളിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, റോഡ് ഒരു MC റോഡ് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആ റോഡ് കടന്ന് ഇപ്പുറത്ത് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ വാഹനത്തിൽ തന്നെ വരുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് വാഹനം കൊടുത്തത്. കെട്ടിടം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കെട്ടിടത്തിന് വേണ്ടുന്ന സംവിധാനമൊക്കെ ഞങ്ങൾ ഒരുക്കി. ഇപ്പോഴാണ് അതിൻ്റെ ടെൻഡർ നടപടികളും ബാക്കിയുള്ള നടപടികളും പൂർത്തീകരിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇതൊക്കെ ചെയ്തത്. നമുക്കിവിടെ എനിക്ക് തോന്നുന്നു വർണ്ണക്കൂടാരം ഉൾപ്പെടെയുള്ള ഇതിവിടെ സ്ഥാപിതമായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരുന്ന് പഠിക്കുവാനും വിവിധ മൂലകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രസംഗമൂല ഉൾപ്പെടെ ശാസ്ത്രമൂലകൾ ഉൾപ്പെടെയുള്ള വിവിധ മൂലകൾ അത് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെ LP ഉൾപ്പെടെ വരുന്ന സ്കൂളുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുകയാണ്. അതൊക്കെ ഒരു വലിയ മാറ്റം. ആ സ്കൂളുകളിൽ നമുക്കറിയാം, വർണ്ണക്കൂടാരം കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ചില വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ചില നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് തന്നെ ചക്ക പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല പാർക്കുകൾ അവിടെ കാണുവാൻ സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം കളിക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു തന്നിരിക്കും. ക്ലാസ് മുറികളാണെങ്കിൽ അതിലും നല്ല അടിപൊളികളാണ്. നമ്മുടെ മിക്കവാറുമുള്ള വനത്തിലുള്ള മൃഗങ്ങളെയൊക്കെ വരച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷികളെ ഉൾപ്പെടെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് അവിടെ കാണാം. ഒരുപക്ഷെ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു നല്ല എനർജി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടത്തക്ക നിലയിലാണ് വർണ്ണക്കൂടാരത്തിന്റെ ക്ലാസ് മുറികൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതും ഒരു വലിയ മാറ്റമാണ് നമ്മുടെ ഇവിടത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്ത്. വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് നമുക്കറിയാം, മറ്റൊരു കാര്യം നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ നടപ്പിലാക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പരിപാടികളാണ്. നമുക്കറിയാം, UP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഇവിടെയും ലഹരി കടന്നു കയറാത്ത നിലയിൽ ഒരു നല്ല പ്രവർത്തനം നമുക്കിവിടെ ചെയ്യുവാനും നാളെയൊക്കെ ഒരു ലഹരി മുക്ത കേരളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുവാൻ നമ്മുടെ ഈ സ്കൂളിന് നല്ലൊരു പങ്ക് വഹിക്കുവാൻ കഴിയുന്നതാണ്. 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമയായി പോകുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതിനെ തന്നെ മാറ്റിമറിക്കുവാൻ, അല്ലെങ്കിൽ ലഹരിയെ മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഊർജം നൽകുവാൻ, അത് ആരോഗ്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സൂംബ ഡാൻസ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്നത് നടപ്പിലാക്കുകയാണ്. അധ്യാപകർക്ക് ഉൾപ്പെടെ ചില സ്പെഷ്യൽ അവർക്ക് ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ചാടി കളിക്കുകയല്ല, നമ്മുടെ കൈയും ദേഹവും ഒക്കെ ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ച് കുറച്ചു നേരം നിന്ന് ആ സൂംബയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു നല്ല എനർജി കൈവരും. അതൊക്കെ ഈ ലഹരിയെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ചില പരിപാടികളായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സൂംബ ഡാൻസും കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല വെയിലില്ലെങ്കിൽ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ വെച്ച് നിങ്ങൾ പ്രാർത്ഥന, രാവിലത്തെ നിങ്ങളുടെ തുടക്കം, സ്കൂളിന്റെ തുടക്കം പ്രാർത്ഥനയോടുകൂടി വരുമ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സൂംബ കൊണ്ടുവരാൻ സാധിക്കും.
ക്ലാസ് മുറികൾ അധ്യാപകർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് പോകുന്നതിന് മുമ്പോ രാവിലെ വരുമ്പോഴോ ഒരു ചെറിയ എക്സസൈസ് പോലെ നമ്മുടെ സൂംബ നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ സ്കൂളിലെ ഒരു കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പോസ്റ്റ് കാർഡിൽ ഒരു കത്ത് എഴുതിയത് നിങ്ങളെല്ലാം ഒരുപക്ഷെ കണ്ടു കാണും. പത്രത്തിലൂടെയൊക്കെ അത് വന്നു. അപ്പൊ കുഞ്ഞ് കത്തെഴുതിയത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ സ്കൂളിലും സൂംബ വേണം, സൂംബ ഡാൻസ് വേണം, എനിക്കും അതിൽ പങ്കാളിയാകണമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിന്റെ കൊച്ചു മകളാണ്. അപ്പം മകന്റെ മകളാണ്. അപ്പൊ ആ കുട്ടി നമ്മുടെ വെളിനെല്ലൂർ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കത്തെഴുതിയപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്റർ അത് നോക്കിയപ്പോൾ മണ്ഡലം നമ്മുടേതായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചിഞ്ചുറാണി മിനിസ്റ്ററെ ആ കുഞ്ഞിന്റെ ആവശ്യം ഒന്ന് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ആ സ്കൂളിലെ അന്ന് തന്നെ അവിടുത്തെ എച്ച്എമ്മുമായിട്ടും ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടു. ആ കുഞ്ഞിനുൾപ്പെടെ ഫോൺ കൊടുത്തു, കുഞ്ഞുൾപ്പെടെ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവിടെ നേരത്തെ തന്നെ അധ്യാപകർ ട്രെയിനിങ് കൊടുത്ത അധ്യാപകർ ഉണ്ടായിരുന്നു. അവർ ഓരോ ക്ലാസ് റൂമുകളിലും അവിടെ ഇതുപോലെ നമ്മുടെ ഒരു കെട്ടിടം വരുന്നത് കൊണ്ട് വലിയ സൗകര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വന്ന് നിൽക്കുവാൻ അസംബ്ലി ചെയ്യുവാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തന്നെ ഒരു ടീമിനെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അസംബ്ലി ചെയ്യാൻ അങ്ങനെ പറ്റാത്തത് കൊണ്ട് അവർ ക്ലാസ് റൂമുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഈ സുംബായുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് വീഡിയോ വഴി തന്നെ നമ്മുടെ അവിടുത്തെ എച്ച്എം എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെ വിളിച്ചു, അതെല്ലാം പരിഹരിച്ചു. അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ആ തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി നമ്മുടെ സ്കൂളിൽ വരുവാൻ കുറച്ച് ഉണർവ് കൂടി കിട്ടുവാൻ ഈ സൂംബ ഡാൻസ് ഉൾപ്പെടെ കൊണ്ടുവരുവാൻ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു നല്ല പ്രതിരോധമായി നമുക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ മെച്ചമായി വളരെ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന നല്ലൊരു സ്കൂളായിട്ട് നമ്മുടെ ചടയമംഗലം UP സ്കൂളിനെ നമുക്ക് കാണുവാൻ കഴിയും. അധ്യാപകർ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ എച്ച്എം ഉൾപ്പെടെയുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകരും എച്ച്എമ്മും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഞാനതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് UPS ചടയമംഗലം ഇവിടുത്തെ ബഹുദിന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അതിന് ബന്ധപ്പെട്ട ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ലതിക ചേച്ചിയെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, സ്വാഗതമാസം ഹൈസ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനായിട്ടുള്ള ശ്രീ മനോജ് മംഗലത്ത്, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, വൈസ് പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ, ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക
അധ്യാപിക സുഹൃത്തുക്കളെ, മാതൃസമിതിയുടെയും PTA-യുടെയും ഭാരവാഹികളെ, ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ചടയമംഗലം UP സ്കൂളിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം ആണെന്ന്, സ്വപ്നമാണെന്ന് സഫലീകരിക്കുന്നത്. ഈ സ്കൂളിനൊരു ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നടത്തിക്കൊണ്ട് ബഹുമാനിയായിട്ടുള്ള മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സ്കൂളുകൾക്കും കെട്ടിടങ്ങളും അതുപോലെ തന്നെ കളിസ്ഥലങ്ങളടക്കമുള്ള ഒട്ടേറെ സൗകര്യങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യോഗത്തിൽ തന്നെ സംസാരിക്കാൻ വളരെ അഭിമാനത്തോടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൊല്ലത്ത് നടന്നൊരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനാണ് 8 ഗ്രാമപഞ്ചായത്തിൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലും LP UP സ്കൂളുകളിൽ വർണ്ണക്കൂടാരം എല്ലാ സ്കൂളിലും നടപ്പിലാക്കിയിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചടയമംഗലം തന്നെയാണ്. മറ്റു പല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയധികം സ്കൂളുകളുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയധികം ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ള നിയോജക മണ്ഡലം, അതിന്റെ സാരഥി എന്ന് പറയുന്നത് ശ്രീമതി ജെ ചിഞ്ചുറാണിയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. നമ്മളത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ ആകെ മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ബഹുനില മന്ദിരങ്ങളാണ് എല്ലാ ഹൈസ്കൂളിലും UP സ്കൂളിലും എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായിട്ടും നമുക്ക് ചെയ്യുവാൻ കഴിയില്ല എങ്കിൽ തന്നെയും കുറച്ചധികം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ അടുത്ത സമയത്തെല്ലാം ഏറ്റെടുക്കുകയുണ്ടായി. ഇവിടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ PTA-യുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്മുടെ HM ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിയന്തരമായി കമ്മിറ്റി കൂടിക്കൊണ്ടാണ് ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സിന് 15 ലക്ഷം രൂപ അനുവദിക്കുകയും ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സുലതത്താണ്. പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ശുചീകരണ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഓരോ സ്കൂളുകളുടെയും പ്രധാനപ്പെട്ട കടമയാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കടമയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരമുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ 8 ഗ്രാമപഞ്ചായത്തിലായിട്ട് എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയ്ക്കും വനിതാ ഘടക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളാണ് ഈ സമയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അങ്ങനെ ഒട്ടേറെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ എല്ലാം ഫണ്ടുകൾ വിനിയോഗപ്പെടുത്തിക്കൊണ്ട് മുൻഗണനാ ക്രമത്തിൽ അർഹതയുള്ള എല്ലാ സ്ഥാനങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാനിയായിട്ടുള്ള മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സമൂഹം ഒരു പുതിയ മേഖലകളിലൂടെ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന് പറയുന്ന അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന ഭാവിയുടെ പ്രതീക്ഷകളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പൊ UP സ്കൂളിൽ അത് പറയേണ്ട കാര്യമില്ല, പക്ഷേ അവർ UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലൊക്കെ ആവുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള മൂല്യച്യുതികളിൽ അവർ ഇടപെടുന്നത്. അവരെ എങ്ങനെ ഇടപെടാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സൂംബ ഡാൻസ് പോലുള്ള ആരോഗ്യപരമായി മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാക്കിക്കൊണ്ട് മാനസിക പിരിമുറുക്കം മാറ്റുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോഴും പക്ഷേ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ ഉല്ലാസം അത് കണ്ടറിഞ്ഞതാണ് നമ്മളിപ്പോൾ. നമ്മുടെ ഈ സ്കൂളിൽ തന്നെ നമ്മുടെ കലാപരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ, റവന്യൂ ജില്ലാ കലോത്സവങ്ങളിലെല്ലാം കലാപരിപാടികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വാങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ അങ്ങനെ പ്രാപ്തരാക്കുന്ന ഈ സ്കൂളിലെ ഒരു വിഭാഗം അധ്യാപകരുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റിയുണ്ട്, അതുപോലെ വികസന സമിതികളുണ്ട്. അവരെല്ലാം നന്നായി ഇടപെട്ടുകൊണ്ട് കലാരംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, ശാസ്ത്രമേളകളിലെല്ലാം
തന്റേതായിട്ടുള്ള ഈ സ്കൂളിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പല മേഖലകളിലും കഴിയുകയും അവർക്ക് സമ്മാനം കൊടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായും നമ്മുടെ കുട്ടികളിലെ കഴിവുകളെ തേച്ചു മിനുക്കിക്കൊണ്ട് അവരുടെ കഴിവുകളെ പ്രകടിക്കാൻ ആവശ്യമായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല അധ്യാപക വൃന്ദം തന്നെ നമ്മുടെ ഈ സ്കൂളിലുണ്ട്. നമ്മുടെ സ്കൂളിന് ഒരുപാട് പഴക്കമുണ്ടോ എങ്കിൽ തന്നെയും നമ്മുടെ UP സ്കൂളുകൾ എടുത്താൽ ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂൾ തന്നെയാണ് ഗവൺമെന്റ് UPS കടക്കൽ, ഗവൺമെന്റ് UPS ചടയമംഗലം. മേടയിൽ സ്കൂളെന്ന് നമ്മൾ അറിയപ്പെടുമ്പോൾ ഇപ്പൊ കലാമത്സരം നടന്നപ്പോൾ ആ മത്സരത്തിൽ കുട്ടികളെക്കാളേറെ മത്സരം ഞങ്ങൾ കണ്ടത് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും തങ്ങളിലുള്ളതായിരുന്നു. കലോത്സവങ്ങളിൽ ഡാൻസ് സാഹിത്യത്തിലായാലും കലാമത്സര ഉപന്യാസ മത്സരത്തിലായാലും പല മത്സരങ്ങളിൽ അറബിക്ക് മേളയിലൊക്കെ അടക്കം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിലുള്ളത്. അവരാ തരത്തിൽ തന്നെ ഹൈസ്കൂളിലൊക്കെ പോകുമ്പോൾ അവരുടെ കലാവൈഭവം കാണിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും സ്കൂൾ സമിതികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിക്കുവാനും കളിക്കുവാനും ഉല്ലസിക്കുവാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഭൗതിക സാഹചര്യം ആകെ മാറാൻ പോവുകയാണ്. ആ മാറ്റത്തിനാകെ നേതൃത്വം കൊടുത്തിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്കൂളിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു PTA-യും അതുപോലെ തന്നെ അധ്യാപക വൃന്ദമുണ്ട്. തീർച്ചയായും അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു വാങ്ങുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാവണം. അപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് ആഡിറ്റോറിയം ഇപ്പോൾ അതൊന്നും പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു സമയമല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് വരുന്ന നാളുകളിൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാനും പ്രസംഗിക്കുവാനും കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിന് ഒരു ഓഡിറ്റോറിയം ആവശ്യമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടി ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരെയും അതുപോലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള നല്ല ചിട്ടയുള്ള നല്ല മര്യാദയായിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ പ്രാപ്തരാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരെയും കുട്ടികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരി വി നായർ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി ജെ ചിഞ്ചുറാണി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിയ വിദ്യാധരൻ അടക്കം ഈ വേദിയിലും സദസ്സിലുമായുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ദീർഘമായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ മന്ത്രി അടക്കമുള്ളവർ സൂചിപ്പിച്ചു. മനോജ്, നിങ്ങളുടെ പ്രിയപ്പെട്ട HM സ്വാഗതം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് പുതിയ ആവശ്യങ്ങളൊന്നും മനോജ് മുന്നോട്ട് വയ്ക്കാത്തതെന്ന്. കാരണം മന്ത്രി വന്ന സമയത്ത് ബസ്സായിരുന്നു ആവശ്യം, അതിനുശേഷം കെട്ടിടമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മനോജ് ഓഡിറ്റോറിയത്തിന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഞാനും മനോജ് അയൽവാസികളാണ്. മനോജിന്റെ വീട്ടിന്റെ വാതിക്കൽ കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ വഴി ശരിയാക്കണമെന്ന് ഇതേവരെ മനോജ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ സ്കൂളുമായി ബന്ധപ്പെടുത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത്രയേറെ സ്കൂളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട HM. മിനിയാണെങ്കിൽ ഈ പന്ത് തട്ടി ഞങ്ങളുടെ പണ്ടയിലോട്ട് ഇട്ട് തന്നിട്ടാണ് പോയത്. ബ്ലോക്ക് പഞ്ചായത്തിന് ഈ സ്കൂളിൽ, കാരണം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങളല്ല സ്കൂളുകളൊന്നും. അതുകൊണ്ട് തന്നെ എത്ര ആഗ്രഹിച്ചാലും ഒരു സ്കൂളിനും പ്രത്യേകമായി ഫണ്ട് വയ്ക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയത്തില്ല. ആകെ കഴിയുന്ന ടോയ്ലറ്റാണ്. അതാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച കണക്ക് ഇവിടെ കൊടുക്കുവാൻ നിശ്ചയിച്ചത്. നമ്മുടെ സ്കൂള് പുരോഗതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂളിന് ചരിത്രമുണ്ടായിരുന്നു. ഇവിടെ JP ഹരികുമാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഈ വേദി വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു.
സ്കൂള് വളരെ പരിതാപകരമാകുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ സ്കൂള് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോയത്. ഞാൻ ഹരിയാണന്റെ പേര് പ്രത്യേകമായി പറഞ്ഞത് ആ കാലത്ത് ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് ശ്രീ JP ഹരികുമാർ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കാര്യക്ഷമമായി ഈ സ്കൂളിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു കാലമുണ്ട്. അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് ഇന്ന് ചടയമംഗലം സബ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട UP സ്കൂളായി നമ്മുടെ UP സ്കൂൾ എത്തിച്ചേർന്നത് ഒരുപാട് പേരുടെ അധ്വാനവും കൂട്ടായ പരിശ്രമവും കൊണ്ടാണ്. അതാണ് ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും ഗുണകരമായ വസ്തുത. ഇപ്പോഴും ആ കൂട്ടായ പരിശ്രമം ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വികസനങ്ങളെല്ലാം സാധ്യമാകുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ പുതിയ വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ പുതിയ കെട്ടിടം അനുവദിച്ചു തരുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും അതിനുവേണ്ടി വലിയ ഇടപെടൽ നടത്തുകയും ചെയ്ത പ്രിയപ്പെട്ട മന്ത്രി ചിഞ്ചുറാണിയെ ചടയമംഗലത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം കണ്ടതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടയമംഗലം ഗവൺമെന്റ് UPSന്റെ പുതിയ മിനിസ്റ്റർക്ക് പോകേണ്ടതുള്ള അധ്യക്ഷന്റെ അനുമതിയോടെ കഴിഞ്ഞ ദിവസം ചടയമംഗലം സബ് ജില്ലയിലെ 56 സ്കൂളുകൾ പങ്കെടുത്ത ഈ പ്രേക്ഷകരിൽ എത്തിച്ചത് ഈ തത്സമയം പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ സ്കൂൾ